അവിടുത്തെ പ്രദേശവാസികൾ രാവിലെ മുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാംസക്കച്ചവടത്തിനായി കെണിവെക്കുന്നത് വ്യാപകമാണ് എന്നാണല്ലോ. നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് ആദ്യം കേൾക്കാം. കാടുമായി ഇടപഴകി നിന്നൊരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അതിപ്പോഴും ചില സംഘങ്ങൾ അന്ന് ഒരു ചെറിയ രൂപത്തിലേക്കാണെങ്കിൽ ഇത് കച്ചവട താല്പര്യമാണ്. അന്നിപ്പോഴും ആഹാരത്തിനോട് ഒരുപക്ഷെ ഉപയോഗിച്ചിരിക്കാം. പക്ഷേ ഇന്ന് അതിൻ്റെ തലം മാറി കച്ചവട സംഘങ്ങൾ ഇതിൽ വ്യാപകമാകുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് കൂടുതൽ അപകടങ്ങളും ഈ രൂപത്തിലുണ്ടാകുന്നത്. KCB അനാസ്ഥ കാരണമാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. ഇവർ കാണിച്ചു കൊടുക്കുക, KCB-ക്കാർ വരട്ടെ, അവർക്ക് 95-98% അവർ കേബിളാക്കിയിട്ടുണ്ട്. ഈ കുറഞ്ഞ സ്ഥലം സ്വന്തമായി അവർ കേബിളാക്കാഞ്ഞത്. ഇതേമാതിരിയുള്ള വിജനമായി പോകുന്ന സ്ഥലങ്ങളിൽ കൂടിയൊക്കെ KCB-യുടെ ഒരു പരിശോധന യഥാസമയങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അങ്ങനെയാണ് ഇറച്ചിയാക്കാൻ ഒരു വിൽപ്പനക്ക് കച്ചവടത്തിനായിട്ട് കൃഷിക്കല്ല, ഒരു പന്നി കുടിക്കാനായിട്ട് അയക്കാം. അങ്ങനെയാണ് ഇതിന്റെ കാഴ്ചപ്പാടിൽ. മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട്. മുബഷിർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇത് പന്നി മാംസ വിൽപ്പനയ്ക്ക് ഇത്തരത്തിൽ കെണിവെക്കുന്നത് വ്യാപകമാണെന്ന് നേരത്തെ തന്നെ അവിടെയുള്ളവർക്ക് അറിയാവുന്നതാണ്. ഇതിൽ ഒരു നടപടിയും എടുക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം ഉണ്ടായതെന്ന് പറയുന്നത്. ഏത് രീതിയിലാണ് ഇവരുടെ ഒരു പ്രവർത്തനം? പ്രതി ഇപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. തീർച്ചയായും വിനീത, കേരളത്തിന്റെ തന്നെ ഒരു അതിർത്തി ഗ്രാമപ്രദേശമാണ് വഴിക്കടവ് എന്നുള്ളത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള വ്യാപ്തിയുള്ള വലിയ ഒരു പഞ്ചായത്ത് കൂടിയാണ് വഴിക്കടവ് പഞ്ചായത്ത് എന്നുള്ളത്. നിലമ്പൂരിൽ തന്നെ ഏറ്റവും അധികം വന്യമൃഗശല്യം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരിടം വഴിക്കടവ് പഞ്ചായത്താണ്. അതേസമയം തന്നെ വഴിക്കടവിലെ ജനങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക എന്നുള്ളത് ഈ ഒരു മേഖലയിൽ സജീവമായി കൊണ്ടിരിക്കുന്ന നായാട്ടു സംഘങ്ങൾ തന്നെയാണ്. ഇവരുടെ പ്രവർത്തനം വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്ന് പല ഘട്ടങ്ങളായി ഇവിടെയുള്ള കർഷകർ ചൂണ്ടിക്കാണിച്ചതാണ്. പല കുടുംബങ്ങളും പരാതി നൽകിയത്. അതായത് ഈ നായാട്ടു സംഘങ്ങൾ അവരുടെ കച്ചവട താല്പര്യത്തിനു വേണ്ടി പല കൃഷിയിടങ്ങളിലും വനമേഖലയോട് ചേർന്ന, അതോടൊപ്പം തന്നെ ജനവാസ മേഖലയോട് ചേർന്ന ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന കെണി അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുന്നത് നാട്ടുകാർ കൃത്യമായ തെളിവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിരുന്നു. KCB-യിൽ ഉൾപ്പെടെ ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്ത് അധികൃതരോട് സംസാരിക്കുന്ന ഘട്ടത്തിലും സമാനമായ രീതിയിലുള്ള പരാതി അവിടെയുള്ള ജനങ്ങൾക്കുണ്ടെന്ന് തന്നെയാണ് അവർ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു നായാട്ടു സംഘങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് അവർക്ക് ആശങ്കയാക്കുന്നത് ചോദിക്കുമ്പോൾ അനന്തുവിൻ്റെ മരണം തന്നെയാണ് അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം കൂടിയായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നാടിനെ നടുക്കിയ ദാരുണമായ അനന്തു എന്ന് പറയുന്ന 15-കാരൻ്റെ മരണത്തിനിടയാക്കിയ സംഭവം നടന്ന ഈ സ്പോട്ടിലാണ്. വെള്ളക്കെട്ട എന്ന് പറയുന്ന വഴിക്കടവിലെ മേലെ വെള്ളക്കെട്ട ഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ വിജനമാണ്. നേരത്തെ ഇവിടെ നാട്ടുകാരൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായിട്ടുണ്ടായിരുന്നു, നമ്മളത് കണ്ടതാണ്. ഈ മേഖലയിൽ ആ മക്കളുടെ ചെരുപ്പും അതുപോലെ തന്നെ മറ്റു പല വസ്തുക്കളും ഉണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ തന്നെ മീൻ പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന വലയൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തെളിവായതുകൊണ്ട് തന്നെ പോലീസ് പൂർണ്ണമായിട്ടും ഇവിടെ നിന്നും അതൊക്കെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ആ കെണി വിനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ മേഖലയിൽ സ്ഥാപിച്ചതെന്ന് വിവരിക്കുമ്പോൾ തൊട്ടുമുകളിൽ വനമേഖലയാണ്. ആ മേഖലയിലൂടെയാണ് സിംഗിൾ ഫേസ് കറണ്ട് പോസ്റ്റ് ഉൾപ്പെടെ കടന്നു പോകുന്നത്. അവിടെ നിന്നും ഏകദേശം 95% പോസ്റ്റിലൂടെ ഇൻസുലേറ്റഡ് കേബിൾ ആ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടുണ്ട് KCB അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ 5% അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാകേണ്ടതുണ്ട്. ആ ഒരു മേഖലയിൽ നിന്നാണ് ഈ ഒരു സംഘം വിനീഷ് ഉൾപ്പെടുന്ന ആളുകൾ നായാട്ട് സംഘം ഇങ്ങോട്ടേക്ക് കറണ്ട് വലിച്ചിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് കറണ്ട് വലിച്ച് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തോടിൻ്റെ കുറുകെയായിരുന്നു അവർ ഈ ഒരു കെണി ഒരുക്കിയിരുന്നത്. അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടി ആ ഒരു വൈദ്യുതി കമ്പി അവരുടെ കയ്യിലുണ്ടായിരുന്ന കേബിൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപിച്ച കെണി ഈ ഒരു മേഖലയിൽ സ്ഥാപിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ടുമുകളിലുള്ള നാടുകാണി പോലെയുള്ള വനമേഖലയാണ്, പശ്ചിമഘട്ട മലനിരയാണ്. കാട്ടുപന്ന് പോലെയുള്ള വന്യമൃഗങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടേക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. ഈ തോട് കുറുകെ ചാടിക്കടന്നുകൊണ്ട് തൊട്ടപ്പുറത്തുള്ള അത് കാർഷിക വിളകളൊക്കെ തന്നെയുള്ള കൃഷിഭൂമിയാണ്. കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, അതുപോലെ തന്നെ വാഴയൊക്കെ തന്നെ ഉണ്ട്. ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വിനീഷിന്റെ നേതൃത്വത്തിലുള്ള നായാട്ട് സംഘം ഈ ഒരു മേഖലയിൽ കെണി സ്ഥാപിക്കുന്നു. ഇവിടെ എത്തുന്ന സമയത്ത് പന്നി ഇതിന് കുറുകെ ചാടുമ്പോൾ അവരുടെ കമ്പിയിൽ തട്ടി വെള്ളത്തിലേക്ക് വീഴും. അലർച്ചയും ശബ്ദമൊന്നും തന്നെ ഇല്ലാതെ പന്നിയെ ഇവിടെ നിന്നും എടുത്തു കൊണ്ടുപോകാം. അവരുടെ കച്ചവട താല്പര്യം എങ്ങനെയാണോ മുറിച്ച് ഇറച്ചിയാക്കി മാറ്റി വിൽപ്പന നടത്താം എന്നുള്ളതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ആ ഒരു കുട്ടികൾ താഴ്ഭാഗത്തു നിന്നും മീനൊക്കെ തന്നെ പിടിച്ച് അവരുടെ കയ്യിലുണ്ടായിരുന്ന വല ഉപയോഗിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ കടന്നു വരുന്നു. ഇതിന്റെ മുകളിലാണ് അനന്തുവിന്റെ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു മേഖലയിലെത്തുന്ന സമയത്ത് സജി ഇങ്ങോട്ടേക്ക് പാൻ ചെയ്താൽ ഞാൻ കാണിക്കുക. അതായത് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു ഭാഗത്ത് വെച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി അനന്തു ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി അവരുടെ കയ്യിലുണ്ടായിരുന്ന വല ഇങ്ങോട്ടേക്ക് എറിഞ്ഞ് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ നായാട്ട് സംഘം ഈ ഒരു മേഖലയിൽ സ്ഥാപിച്ചിരുന്ന ആ കെണിയിൽ ആ ഒരു കുട്ടിയുടെ കാൽ പെടുന്നത്. അതോടുകൂടി
വളരെ ആഴത്തിൽ വൈദ്യുതി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പിയിലൂടെ ആ കുട്ടിയുടെ കാലിലേക്ക് അത് എത്തുന്നു. അപകടം വലിയ അപകടമായി അത് മാറുന്നു. കുട്ടി താഴേക്ക് വീഴുന്നു. ഉടനെ തന്നെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഈ തൊട്ടിപ്പുറത്ത് കാണുന്ന തോട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ആ കമ്പി മാറ്റുന്നതും കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. നാളെ ഏറെ തേങ്ങലോട് കൂടിയാണ് അനന്തുവിന് വിട നൽകിയത്. നമ്മളത് കണ്ടതാണ്. ഇനി അവർ പറയുന്നത് ഇനിയെങ്കിലും നടപടി സ്വീകരിക്കൂ എന്നുള്ളതാണ് വഴിക്കടവുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടരുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാർ ഒരുപോലെ പങ്കുവെക്കുന്നത്. വിനീത വേണം. ശരി, ഏതായാലും മുബഷിർ വിശദീകരിച്ചതുപോലെ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇത്തരത്തിൽ പന്നികൾക്ക് കെണി വെക്കുന്നത്. അപ്പോഴും മറുഭാഗത്ത് വന്യമൃഗശല്യവും നിലമ്പൂരിൽ നേരത്തെ തന്നെ പ്രധാന ചർച്ചാ വിഷയമാണ് എന്നത് മറന്നുകൂടാ. ആനയെയും